ചൂരച്ചെടിയുടെ തണലിൽ മങ്ങി മയങ്ങി ഉറങ്ങുന്ന ഏലിയാവിനോട് ആ തണലിൽ വന്നു നിൽക്കുന്ന ദൈവദൂതൻ ചോദിക്കുന്നു, ഏലിയാവേ ഒന്ന് എഴുന്നേൽക്കുമോ? ഏലിയാവേ ഒന്ന് എഴുന്നേൽക്കുമോ? ഏലിയാവ് വളരെ വീണ് കിടക്കാണ്. കർമ്മേലിൽ ആകാശത്ത് അഗ്നി ഇറക്കിയ പ്രവാചകൻ ചാരം കണക്കെ ബർശബ മരുഭൂമിയിൽ, കെരീത്തിൽ കാക്കയാൽ കരുതപ്പെട്ടവൻ കാക്കയെ പോലെ കരഞ്ഞു വിളിച്ച് ഇതാ മരുഭൂമിയിൽ. ഏലിയാവേ എഴുന്നേൽക്കുമോ? ചൂരച്ചെടിയുടെ തണലിൽ മുഴങ്ങുന്ന ചോദ്യം, ഒന്നാമത്തെ എഴുന്നേൽപ്പ്. ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. വിഷാദത്തിൽ നിന്ന് വിജയത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക്. കേൾക്കുമോ സ്നേഹിത? ചൂരച്ചെടിയുടെ തണലിൽ പിടഞ്ഞെഴുന്നേറ്റ ഏലിയാവ് ജീവിതം മരിച്ചാൽ മതി എന്നാഗ്രഹിച്ചവനാണ്. മരണം ആഗ്രഹിച്ച ഏലിയാവിന്റെ എഴുന്നേൽപ്പിനെ ഇങ്ങനെ വിളിക്കട്ടെ, ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. വിഷാദത്തിൽ നിന്ന് ഇനി ജീവിതം മുന്നോട്ടില്ല എന്ന തിരിച്ചറിയലിൽ നിന്ന് വിജയത്തിലേക്ക് എഴുന്നേറ്റ് ഒരൊറ്റ പോക്കാണ്. പ്രിയപ്പെട്ടവരെ, മരണം ആഗ്രഹിക്കുന്ന എത്രയോ പേർ ഈ പുസ്തകത്തിലുണ്ട്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 2-ാം വചനം. ഇസ്രായേൽ മക്കൾ പറയുന്നുണ്ട് സീൻ മരുഭൂമിയിൽ. എന്താ പറയുന്നത്? മിസ്രൈമിൽ വെച്ച് മരിച്ചാൽ മതിയായിരുന്നു, അവിടെ ഇറച്ചിക്കലങ്ങളുടെ അടിയിൽ ഇത്തിരി മസാലയെങ്കിലും ബാക്കിയുണ്ടായിരുന്നു. ഇസ്രായേൽ ജനം മരണം ആഗ്രഹിച്ച കമ്മ്യൂണിറ്റിയാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ മോശ ദൈവത്തോട് പറയുന്നുണ്ട്, ജനം ഇറച്ചിക്ക് വേണ്ടി കടിപിടി കൂടുമ്പോ ദയ വിചാരിച്ച് അടിയനെ കൊന്നുകളയണമേ. വലിയവനാണ്, പക്ഷെ വിഷാദത്തിൽ വീണുപോയപ്പോൾ പറയുകയാണ്, അല്ലയോ ദൈവമേ, ഹൗ മേഴ്സി ഓൺ മീ, എന്നിൽ ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ. ഇയ്യോബ് പറയേണ്ട കാര്യമില്ലല്ലോ. 3-ാം അധ്യായം 11-ാം വാക്യം. സോറിയാസിന്റെ മൂത്തയനം ശരീരം മുഴുവൻ വന്നു. ഇങ്ങനെ ഒരു ഓടിന്റെ കഷണം എടുത്ത് മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇയ്യോബ് ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞു, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞത് എന്ത്? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എൻ്റെ പ്രാണൻ പോകാതിരുന്നത് എന്ത്? യോനാ പ്രവാചകൻ ആവണക്കന്റെ ചുവട്ടിൽ മരിക്കാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വചനത്തിൽ കുറേയേറെ മനുഷ്യർ വിഷാദത്തിൽ വീണുപോയിട്ടുണ്ട്. പക്ഷേ ഇവരെ കുറിച്ചെല്ലാം നമുക്ക് ഉറക്കെ പറയാം, ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. വിഷാദത്തിൽ നിന്ന് ലക്ഷ്യത്തിലെത്തി. ഏലിയാവിലേക്ക് വരാം. ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഈ ഉറക്കത്തെ ഓർക്കണം. ഏലിയാവ് റിസൈൻ ചെയ്യാൻ പോവുകയാണ്. എന്താ റിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ? മലയാള അർത്ഥം എന്താ? റിസൈൻ ചെയ്യുക, ഒന്ന് മിണ്ടിക്കോളൂ, രാജിവെക്കുക എന്ന് പറയും. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. ജീവിതത്തിൽ നിന്ന് എനിക്ക് മതിയായി, ഒരു ഓഫീസിൽ നിന്ന് എൻ്റെ ജോലി ഞാൻ രാജിവെക്കുന്നു. റിസൈൻ ചെയ്യുക. ജീവിതത്തിൽ നിന്ന് രാജിവെക്കാൻ ഒരുങ്ങിയ ഏലിയാവ്, നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെയാണ്. ഈ വാരുന്ന അത്താഴത്തിൻ്റെ ഒരു പിടി വറ്റ് അവസാനത്തേതായിരുന്നെങ്കിൽ, അടുത്ത പ്രഭാതം പുലരാതിരുന്നെങ്കിൽ, ജീവിതത്തിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ഒരുങ്ങുന്ന ജീവിതങ്ങളുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഏലിയാവ് റിസൈൻ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഒരു വരയിട്ടു. എവിടെ? ദൈവം ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഒരു വരയിട്ടു. എവിടെയാണെന്ന് ഞാൻ പറയാം. ആ വാക്കിനകത്താ. ഞാൻ പറഞ്ഞ വാക്കേതാ? റിസൈൻ. റിസൈൻ എന്നുള്ള വാക്കിനകത്ത് ചൂരച്ചെടിയുടെ തണലിൽ റിസൈൻ ലെറ്റർ എഴുതിയ ഏലിയാവിന് സ്വർഗത്തിലെ ദൈവം ഒരു വരയിട്ട്. എവിടെയാണെന്നറിയാം? ആ വാക്കിൻ്റെ ആദ്യത്തെ 2 അക്ഷരം കഴിഞ്ഞ് ഒരു വരയിട്ടു. ഒന്ന് വായിക്കുമോ? നിങ്ങൾക്ക് വായിക്കാം. പറഞ്ഞാട്ടെ. ആരും മിണ്ടില്ല. അച്ഛന് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ.
റീസൈൻ. RE കഴിഞ്ഞ് ഒരു വരയിട്ടിട്ട് അടുത്ത 4 അക്ഷരങ്ങൾ എന്താ? SIGN. എങ്ങനെ വായിക്കണം? റീസൈൻ. റീസൈൻ എന്ന് പറഞ്ഞ മലയാള അർത്ഥം എന്താ? വീണ്ടും തുടങ്ങുക. ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്ന ചൂരച്ചെടിയുടെ തണലിൽ വീണ്ടും തുടങ്ങുന്നു. അതുകൊണ്ട് ദൈവം ഒരു വരയിടാൻ പ്രാർത്ഥിക്കാം. ജീവിതം വിഷാദങ്ങളിൽ വീണുപോകുമ്പോൾ ജീവിതത്തിൽ തമ്പുരാൻ ഒരു വരയിടാൻ പ്രാർത്ഥിക്കാം. ഏലിയാവ് ഒറ്റപ്പെട്ടു പോയി. പക്ഷെ ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഏലിയാവ് തിരിച്ചറിഞ്ഞു, സെപ്പറേഷൻ ഈസ് നോട്ട് ആൻ ഐസൊലേഷൻ. ചൂരച്ചെടിയുടെ തണലിൽ ഉറങ്ങാൻ കടന്നപ്പോൾ ഏലിയാവ് വിചാരിച്ചത് സെപ്പറേഷൻ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഈസ് ആൻ ഐസൊലേഷൻ എന്നാണ്. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാറ്റപ്പെടുക എന്ന് പറയുന്നതിന് അവസാനമാണെന്നാണ്. പക്ഷെ എഴുന്നേറ്റപ്പോൾ ഏലിയാവിന് മനസ്സിലായി, സെപ്പറേഷൻ ഈസ് നോട്ട് ആൻ ഐസൊലേഷൻ, ഇറ്റ്സ് ആൻ ഇൻസുലേഷൻ. എന്താ ഇൻസുലേഷൻ? ഈ കറണ്ട് പോകുന്ന വയറിന്റെ പുറത്ത് ഇൻസുലേഷൻ ഇല്ലേ? കറണ്ട് അടിക്കാതിരിക്കാൻ കവചം. ജീവിതത്തിൽ പൊള്ളലേൽക്കാതിരിക്കാൻ, ജീവിതത്തിൽ മരണപ്പെടാതിരിക്കാൻ, ജീവിതത്തിൽ തകരാതിരിക്കാൻ ദൈവം ഒരു ഇൻസുലേഷൻ ഒരുക്കുന്നുണ്ട്. ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ ഉറങ്ങാൻ കടന്നപ്പോ പുള്ളി പറഞ്ഞു, ഷുവർലി സെപ്പറേഷൻ ഈസ് ആൻ ഐസൊലേഷൻ. എൻ്റെ ജീവിതം തീർന്നു. ഞാൻ ഈ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത്, ഞാൻ ഒറ്റപ്പെട്ടു പോയത് അവസാനമാണ്. പക്ഷെ എഴുന്നേറ്റപ്പോൾ ഏലിയാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സെപ്പറേഷൻ ഈസ് നോട്ട് ആൻ ഐസൊലേഷൻ, ഇറ്റ്സ് ആൻ ഇൻസുലേഷൻ. പ്രിയപ്പെട്ടവരെ, ഉറങ്ങിക്കിടക്കുന്ന ഏലിയാവ്. ബൈബിളിൽ ഒത്തിരി ഉറക്കങ്ങളുണ്ട്. ഡിപ്രസ്ഡ് സ്ലീപ്പാണ് അധികവും. ഡിപ്രസ്ഡ് സ്ലീപ്പ്, മാന്ദ്യത്തിന്റെ ഉറക്കം. നോഹ ഉൽപ്പത്തി 9:21 വലിയ മനുഷ്യൻ, ദൈവം വീണ്ടെടുത്തവൻ, വെള്ളമടിച്ച് വീഞ്ഞു കുടിച്ച് മത്തനായി തുണി പോലും മാറിക്കിടന്ന് ഉറങ്ങിയില്ലേ? ഡിപ്രസ്ഡ് സ്ലീപ്പ്, പാപത്തിന്റെ ഉറക്കം. നോഹ വസ്ത്രം മറന്നുറങ്ങി. എണ്ണിക്കോണേ. 1. 2, ഉൽപ്പത്തി 15 അബ്രഹാം ദൈവം അരുളപ്പാട് കൊടുക്കുന്ന നേരത്ത് അബ്രഹാം യാഗം മറന്ന് ഉറങ്ങി. ഭീതിയും അന്ധതമസും അബ്രഹാമിന്റെ മേൽ വീണു. ഡിപ്രസ്ഡ് സ്ലീപ്പ്. ധീരനായ മനുഷ്യൻ യാഗനേരത്ത് ഭീതിയും തമസും വീണ് ഡിപ്രസ്ഡ് സ്ലീപ്പ്. 3, ശമൂവേൽ പ്രവാചകൻ യഹോവേ കൽപ്പിക്കണമേ, അടിയൻ കേൾക്കാം എന്ന് പറയുന്നതിന് മുമ്പ് 1 ശമൂവേൽ 1 അധ്യായത്തിൽ ശമൂവേൽ 3 അധ്യായത്തിൽ വിളി മറന്ന് ഉറങ്ങി. നോഹ വസ്ത്രം മറന്നുറങ്ങി. അബ്രഹാം യാഗം മറന്നുറങ്ങി. ശമൂവേൽ ദൈവശബ്ദം മറന്ന് ഉറങ്ങി. ശിംശോൻ ആ ദലീല പെങ്കൊച്ചന്റെ മടിയിൽ പ്രണയപരവശനായി സ്വന്തം ബലം മറന്ന് ഉറങ്ങി. ന്യായാധിപന്മാർ 16:19. യോന ആവണക്കിന്റെ ചുവട്ടിൽ അല്ല, കപ്പലിന്റെ അടിത്തട്ടിൽ ലക്ഷ്യം മറന്ന് ഉറങ്ങി. അപ്പോസ്തല പ്രവൃത്തികൾ 20 അധ്യായത്തിൽ ഇപ്പം നടക്കാൻ സാധ്യതയുള്ളതുപോലെ യൂത്തിക്കോസ് ദൈവവചനം മറന്ന് ഉറങ്ങി. ഉത്തമഗീതം 5:2 ഒരു മാതൃകയുണ്ട്. ഞാൻ 6 ഉറക്കങ്ങൾ പറഞ്ഞു, ഡിപ്രസ്ഡ് സ്ലീപ്പ്. എന്നാൽ ദൈവ പ്രണയത്തെക്കുറിച്ചുള്ള വിവരണം നൽകുന്ന ശൂലേമി ഉത്തമഗീതം 5 അധ്യായം 2 വാക്യം ഇങ്ങനെയാണ്: ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം, ടോൺ രജിസ്ട്രേഷൻ. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ശൂലേമി പറയുകയാണ് തൻ്റെ കാന്തനെ കുറിച്ച്, ഞാൻ ഉറങ്ങുകയാണെങ്കിലും ഞാൻ ഉണർന്നിരിക്കുക. നമ്മൾ 50 പേര് ഒരു ഡോർമിറ്ററിയിൽ കിടന്നുറങ്ങുന്നു എന്നിരിക്കട്ടെ ഒരു രാത്രി, അല്ലേ? ഈ പദയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അറിയാലോ, കോശി മാത്യുവച്ചനൊക്കെ ഞങ്ങളെ നയിച്ചവരാണ്. ഇങ്ങനെ കിടന്നുറങ്ങും. ആരെങ്കിലും രാത്രിയിൽ അല്ലെങ്കിൽ ഡോർമിറ്ററിയിൽ കിടന്നുറങ്ങുമ്പോൾ ആരെങ്കിലും രാത്രി വരാനുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി ഒരു വിരുന്നുകാരനുണ്ടെങ്കിൽ, 50 പേര് ഉറങ്ങുമ്പോഴും നമ്മുടെ പേര് ആ പ്രിയപ്പെട്ടയാൾ ഒരു 12 മണിക്ക് വന്ന് ഒന്ന് തട്ടി വിളിക്കുമ്പോൾ
ഈ 49 പേര് ഉണരില്ല, പക്ഷേ നമ്മൾ മാത്രം ഉണരും. അതാണ് ടേൺ ഡേ സ്റ്റേഷൻ. അത് ദൈവം തരുന്നൊരു കൃപയാണ്. അതുകൊണ്ടാണ് ശൂലേമി പറയുന്നത്, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം. പ്രിയപ്പെട്ടവരെ, ഏലിയാവ് അതറിഞ്ഞില്ല. ഡിപ്രസ്ഡ് സ്ലീപ്പ്. ഒരു തവണ തട്ടി വിളിച്ചു, എഴുന്നേൽക്ക്, വല്ലതും കഴിക്കണ്ടേ മോനെ. എഴുന്നേറ്റു, കഴിച്ചു, അതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. ഒരു തുരുത്തി വെള്ളവും ഒരടയും, പിന്നെയും കിടന്നുറങ്ങി. അങ്ങനെയാണ് ഡിപ്രസ്ഡ് സ്ലീപ്പ്. പെസഹരാത്രിയിലും ഇങ്ങനെയാണ്. ശിഷ്യന്മാരെ കർത്താവ് 1-2 തവണ തട്ടി ഉണർത്തി, ഒന്ന് ഉണർന്നിരിക്കട്ടെ, അവർ പിന്നെയും ഉറങ്ങി. ഡിപ്രസ്ഡ് സ്ലീപ്പിന്റെ പ്രത്യേകത, ഉറക്കം ഇങ്ങനെ നീണ്ടു നിൽക്കും, വിട്ടുവിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കും, മന്ദിച്ചുറങ്ങുന്നു എന്നാണ് സ്ത്രീകളുടെ ശവസംസ്കാരത്തിൽ ബുദ്ധിയില്ലാത്ത കന്യകമാരെ കുറിച്ച് വായിക്കുന്നത്. മന്ദിച്ചുറങ്ങി. സഹോദരങ്ങളെ, ഓർക്കുക, പല ക്രൈസ്തവ ഭവനങ്ങളും പല ക്രൈസ്തവ ജീവിതങ്ങളും ഇന്ന് ചൂരച്ചെടിയുടെ തണലിലാണ്. ഡിപ്രസ്ഡ് സ്ലീപ്പ്. പല ഭക്തരായ ഏലിയാവും മാന്ദ്യത്തിലാണ്. ഞാൻ നിങ്ങളുമൊക്കെ ഡിപ്രസ്ഡ് സ്ലീപ്പിലാണ്. ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഇന്നലത്തെ അടയും ഇന്നത്തെ അടയും ഉണ്ട്. അതെന്താ? ഞാൻ പറയാം. ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഇന്നലെ ഒരടയുണ്ട്. അട ഇന്നും ഒരടയുണ്ട്. എന്തട? വണ്ടിക്ക് വെക്കണ അടയല്ല, കഴിക്കുന്ന അട. 17-ാം അധ്യായത്തിൽ ഒരടയുടെ കഥയുണ്ട്. സരേഫാത്തിലെ വിധവ. ഒരടയ്ക്കുള്ള മാവ് മാത്രം കലത്തിൻ്റെ ചുവട്ടിൽ ശേഷിച്ചിരിക്കെ അതുകൊണ്ട് ആ ഒരടയുണ്ടാക്കി പുള്ളിക്കാരിയും മോനും കൂടെ തിന്നിട്ട് മരിക്കാനിടിക്കുക. ഏലിയാവ് പറഞ്ഞു, എൻ്റെ പെങ്കൊച്ചേ, നീ ഭാരപ്പെടണ്ട, അതുകൊണ്ട് ഒരു കൊച്ചടയുണ്ടാക്കി എനിക്കിതാ. അവളൊരടയുണ്ടാക്കി ഏലിയാവെന്ന പ്രവാചകന് കൊടുത്തു. ബാക്കി നമ്മൾ പാടും. കലത്തിലെ മാവുലേശം കുറയുകില്ല, എൻ്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകുകില്ല. ശരിയല്ലേ? ആ ഒരട ഭൂതകാലത്തിന്റെ മഹത്വമായിരുന്നു. ഏലിയാവ് വാങ്ങിക്കഴിച്ച ആ ഒരട കൊണ്ട് ഒരു ജീവിതം മാറിയിട്ടുണ്ട്, അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പഴയ അടയുടെ അത്ഭുതങ്ങളുടെ ഓർമ്മ ഏലിയാവിനെ തുണച്ചില്ല. ആഹാബിന്റെ ഭീഷണിക്ക് മുമ്പിൽ പഴയ അട മറക്കുകയും ചൂരച്ചെടിയുടെ തണലിൽ കണ്ട പുതിയ അടയുടെ മഹത്വം അറിയാതെ പോവുകയും ചെയ്തു. ആ ഒരു അട അവിടുന്ന് എടുത്ത് ഏലിയാവ് കഴിക്കുമ്പോൾ ചുമ്മാ കഴിച്ചിട്ട് കിടന്നുറങ്ങി. പിതാക്കന്മാർ ആ അടയെ, ആ അപ്പത്തെ പരിശുദ്ധ കുർബാനയോടെയാണ് ബന്ധപ്പെടുത്തുക. കാരണം ആ അട കഴിച്ചിട്ട് ഏലിയാവ് 40 രാവും 40 പകലും ഒറ്റ നടത്തയാണ്. എങ്ങോട്ട്? ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക്. ഇത് പരിശുദ്ധ കുർബാന. നമ്മുടെ പ്രശ്നവും ഏലിയാവിന്റെ പ്രശ്നം തന്നെയാണ്. നമ്മളും കിടക്കുന്നൊരു ചൂരച്ചെടിയുടെ തണലിലാണ്, ഡിപ്രസ്ഡ് സ്ലീപ്പ്. എന്നാൽ ഇന്നലകളിൽ ഇന്ന് ജോലി നഷ്ടപ്പെട്ടവരുണ്ടാകാം, വിസ മുടങ്ങിപ്പോയവരുണ്ടാകാം, 2020 വിവാഹം മുടങ്ങിയവരുണ്ടാകാം. പ്രിയ സഹോദരി, ഇന്നലത്തെ അട മറക്കുമോ? ദൈവം അത്ഭുതങ്ങളെ ചെയ്ത ഇന്നലത്തെ അട മറക്കല്ലേ. രാജാക്കന്മാർ 17-ാം അധ്യായം 17 അടയും 19 അടയും ഓർത്താ മതി. എന്നാൽ പുതിയ ഒരപ്പമുണ്ട്. സരഫാത്തിലെ വിധവയുണ്ടാക്കിയ അത്ഭുതങ്ങളുടെ അട ഇപ്പോൾ മഹത്വത്തിന്റെ, ഇന്നലകളുടെ മഹത്വത്തെ മറക്കരുത്. എന്നോടും നിങ്ങളോടും ഇന്ന് ചൂരച്ചെടിത്തണലിലെ ദൂതൻ പറയുകയാണ്, കുഞ്ഞേ, ഇന്നലെയുടെ മഹത്വത്തിന്റെ അടകൾ മറക്കരുതേ. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ? ഏലിയാവിന്റെ ജീവിതത്തിൽ ചൂരച്ചെടിയുടെ തണലിൽ 3 D സംഭവിച്ചു. 3 D. ഡി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 1 ഡിസപ്പോയിന്റ്മെന്റ്, നിരാശ. കിടക്കുമ്പോൾ ഡിസപ്പോയിന്റ്മെന്റ്, എന്നാൽ എഴുന്നേൽക്കുമ്പോൾ അപ്പോയിന്റ്മെന്റ്. എന്താ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൊള്ളുന്നേ. എത്രയോ പേരുടെ നമ്മൾ കൺവെൻഷൻ കേട്ടിട്ടുള്ളതാ. അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പുതിയ അവസരം. കിടക്കുമ്പോൾ ഡിസപ്പോയിന്റ്മെന്റ്, എഴുന്നേൽക്കുമ്പോൾ അപ്പോയിന്റ്മെന്റ്. കിടക്കുമ്പോൾ ഡിപ്രഷൻ, എഴുന്നേൽക്കുമ്പോൾ ഡിലൈറ്റ്, സന്തോഷം, ഉന്മാദം. കിടക്കുമ്പോൾ ഡിസപ്പോയിന്റ്മെന്റ്, കഴിഞ്ഞല്ലോ കർത്താവേ, എനിക്ക് ചത്താല് മതി.
എഴുന്നേൽക്കുമ്പോൾ ദൈവം പുതിയ അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. നീ പൊക്കോളൂ. വൻ കാര്യങ്ങൾ ചെയ്തൊരു ഏലിയ ഉണ്ട് പ്രിയപ്പെട്ടവരെ. കിടക്കുമ്പോൾ ഡിറ്റാച്ച്മെന്റ്. ദൈവം കൊടുത്ത പ്രവചനത്തിൻ്റെ, ദൈവം കൊടുത്ത നിയോഗങ്ങളുമായി ഡിറ്റാച്ചഡായി, മുറിഞ്ഞുപോയി ദൈവബന്ധം. എഴുന്നേൽക്കുമ്പോൾ അറ്റാച്ച്മെന്റ്. 2020 ഡിസപ്പോയിൻമെന്റ് ആയിരുന്നില്ലേ പലപ്പോഴും? 2021 ഒന്ന് എഴുന്നേൽക്കുമോ? ഇറ്റ്സ് ദ ടൈം ഓഫ് അപ്പോയിന്റ്മെന്റ്. 2020 ഡിപ്രഷൻ ആയിരുന്നെങ്കിൽ, ഒരുപാട് ജീവിതങ്ങൾ വീണുപോയെങ്കിൽ, ഇറ്റ്സ് ദ ടൈം ഓഫ് ഡിലൈറ്റ്. ഇത് പുതിയ ഉല്ലാസത്തിന്റെ, പുതിയ സാധ്യതകളുടെ 2020 ഡിറ്റാച്ച്മെന്റ് ആയിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ പള്ളി നിറങ്ങിയതാണ്. ഇനി ലോകത്ത് ഏറ്റവും ചെറിയ രാജ്യത്ത്, ഏറ്റവും ചെറിയ ദ്വീപില് വാക്സിൻ കണ്ടുപിടിച്ച് അവിടുത്തെ അവസാനത്തെ ആൾക്കും കുത്തിവെച്ചിട്ട് ഞങ്ങൾ കറ്റാനം പള്ളി കയറുമെന്ന് ഒരുപാട് പേര് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. വിളിക്കാനും ഒക്കെ ഇല്ലല്ലോ വി തോമസ് അച്ഛനെ നിർബന്ധിച്ച്. അതെ, ഒരു ഡിറ്റാച്ച്മെന്റിന്റെ അവസ്ഥ വന്നിട്ടുണ്ട് ദൈവബന്ധത്തിൽ പോലും. പെരുന്നാളിൽ 4 ആ ഉണ്ടായിരുന്നു നമ്മുടെ പെരുന്നാളുകളിൽ. ആ 4 ആയിൽ 2 ആ ദൈവം എടുത്തു കളഞ്ഞു, 2 ആ നിലനിർത്തി. എന്നോട് കോപിക്കരുത്. ഒന്നാമത്തെ ആഘോഷം, രണ്ടാമത്തെ ആരവം, മൂന്നാമത്തെ ആരാധന, നാലാമത്തെ അനുതാപം. 2 എണ്ണം എടുത്ത് ദൈവം കഴിഞ്ഞ വർഷം കളഞ്ഞു. ഏതൊക്കെ? നിങ്ങൾ മിണ്ടില്ല. ഏതൊക്കെ? ആഘോഷവും ആരവവും. ഏതൊക്കെ നിലനിർത്തി? ആരാധനയും അനുതാപവും. അതിനുള്ള സാധ്യതകൾ നിലനിർത്തി. ഇത് ദൈവമാണോ എന്നുള്ളതിന് നമുക്കിപ്പോൾ വലിയ സംശയമില്ല. പ്രിയപ്പെട്ടവരെ, കിടക്കുമ്പോൾ ഡിസപ്പോയിൻമെന്റ്, എഴുന്നേൽക്കുമ്പോൾ അപ്പോയിൻമെന്റ്. കിടക്കുമ്പോൾ ഡിപ്രഷൻ, എഴുന്നേൽക്കുമ്പോൾ ഡിലൈറ്റ്. കിടക്കുമ്പോൾ ഡിറ്റാച്ച്മെന്റ്, എഴുന്നേൽക്കുമ്പോൾ അറ്റാച്ച്മെന്റ്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം അനുഗ്രഹീതമായ ഉറക്കങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. യേശു ക്രിസ്തു അമരത്ത് തലയണ വെച്ച് ഉറങ്ങി. അത് ശൂലേമിയുടെ ഉറക്കം പോലെയല്ലേ? ഉറങ്ങുന്നുവെങ്കിലും ഉണർന്നിരിക്കുന്ന ഒരു ബോധമുണ്ട്. എ പ്യുവർ കോൺഷ്യസ്നെസ്, ശുദ്ധബോധം. കാറ്റും കടലും ഇളകിയപ്പോൾ അവൻ എഴുന്നേറ്റു, കടലിനെ ശാസിച്ചു. പത്രോസ് 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയാണ്. നാളെ പത്രോസിന്റെ മരണ കൊലക്കയറ. ഇന്ന് രാത്രി ചങ്ങലയിൽ ഉറങ്ങുന്നു. അത് പോസിറ്റീവ് സ്ലീപ്പാ. പുതിയ നിയമത്തിലെ ജോസഫ് കല്യാണം മുടങ്ങുമെന്ന് തിരിച്ചറിയുമ്പോഴും ജോസഫ് ഉറക്കമുണർന്നു. സഹോദരങ്ങളെ, ഓർക്കുക, ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒന്ന് എഴുന്നേൽക്കുമോ? ചൂരച്ചെടി ചോദിക്കുന്നു, ഒന്ന് എഴുന്നേൽക്കുമോ? ഈ ഡിപ്രസ്ഡ് അനുഭവത്തിൽ നിന്ന്, ഈ ഡിസപ്പോയിന്റ്മെന്റിൽ നിന്ന്, ഈ ഡിപ്രഷനിൽ നിന്ന്, ഈ ഡിറ്റാച്ച്മെന്റിൽ നിന്ന്. ഖുറാനിൽ മുഹമ്മദ് നബിയെ കുറിച്ച് ഒരു പര്യായ പദമുണ്ട്. ഖാനദാ ഉൽ ബിശ്രി എന്നാണ്. ഖാനദാ ഉൽ ബിശ്രി എന്ന് പറഞ്ഞാൽ അറബിയിൽ എപ്പോഴും പുഞ്ചിരിക്കുന്നവൻ എന്നാണ്. ഞാൻ ആ മനുഷ്യനെ കുറിച്ച് പറയാം. 7 മക്കളിൽ 6 മക്കളും മരിച്ചുപോയ ഒരു പ്രവാചകനായിരുന്നു. ഉപ്പ, ഉമ്മ അവരൊക്കെ മരിച്ചുപോയ ആളായിരുന്നു. 40-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ഒരാൾ, സങ്കടങ്ങൾ മാത്രം കൂട്ടുവന്ന ഒരാൾ. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ മതവിഭാഗത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു, ഖാനദാ ഉൽ ബിശ്രി, എപ്പോഴും പുഞ്ചിരിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ടേമുണ്ട്, PNR എന്നാണ്. PNR എന്നുള്ള പദം നമ്മൾ ട്രെയിനിലും ഒക്കെ കാണുന്നതാണ്. PNR എന്ന് പറഞ്ഞാൽ എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്നത് പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്നാണ്. എന്ന് പറഞ്ഞാൽ റഡാറിൻ്റെയും വ്യോമ പരിധിയുടെയും ഒക്കെ അപ്പുറത്തേക്കൊരു വിമാനം നഷ്ടപ്പെട്ടു പോയാൽ, വ്യോമയാന പരിധിക്ക് അപ്പുറത്തേക്കൊരു ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു പോയാൽ, സിഗ്നൽസ് കിട്ടാതെ വന്നാൽ അതിനെ എയർപോർട്ടിലെ നാവിഗേഷൻ സംവിധാനങ്ങൾ, എയർപോർട്ടിലെ ഈ സംവിധാനങ്ങൾ
ഉപയോഗിക്കുന്ന ടേമാണ് PNR. ഇനി കിട്ടില്ല, സാധ്യത കുറഞ്ഞു, പോയിന്റ് ഓഫ് നോ റിട്ടേൺ. കിട്ടാൻ സാധ്യതയുള്ള അവസാനത്തെ സാധ്യതകളും. ഏലിയാവ് PNRൽ കിടക്കുക. മുടിയൻ പുത്രൻ പന്നിക്കൂട്ടത്തിൽ PNRൽ കിടക്കുക. ഒന്ന് എഴുന്നേൽക്കുമോ? മുടിയൻ പുത്രനെ കുറിച്ച് പറയും, അവന് സുബോധം വന്നിട്ട് അവൻ എഴുന്നേറ്റു. ബർത്തിമായി എന്ന കുരുടനെ കുറിച്ച് വായിച്ചിട്ടില്ലേ? അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, യേശുവിനെ കണ്ടപ്പോൾ 3 കാര്യങ്ങളാ. റിമൂവ് ഹിസ് കോക്ക്, അദ്ദേഹത്തിന്റെ മേൽക്കുപ്പായം, പുറംകുപ്പായം എറിഞ്ഞു കളഞ്ഞു. 2, സ്പ്രാങ് അപ്പ്, ചാടി എഴുന്നേറ്റു. 3, ഫോളോ ഹിം. യേശുവിനെ കണ്ടപ്പോൾ ആ വഴിയിൽ കടന്ന ബർത്തിമായി 3 പ്രക്രിയയിലൂടെ കടന്നുപോയി, 3 പ്രോസസ്. 1, റിമൂവ് ഹിസ് കോക്ക്, അദ്ദേഹത്തിന്റെ കോട്ട് കളഞ്ഞു. പാപത്തിന്റെ എരിഹോവിൽ നിന്ന് പാപത്തിന്റെ തഴമ്പിച്ച പുറംകുപ്പായി ഊരിക്കളഞ്ഞു. ഗോ ബാക്ക് ടു യുവർ ഇന്നസെൻസ്, തൻ്റെ ആദ്യ നൈർമല്യത്തിലേക്ക് അദ്ദേഹം മടങ്ങി ക്രിസ്തുവിനെ കണ്ടപ്പോ. 2, സ്പ്രാങ് അപ്പ്, ആ വാക്കാണ് നമുക്ക് പഠിക്കേണ്ടത്. അവൻ ചാടി എഴുന്നേറ്റു. ഇന്ന് ചോദിക്കുന്നത് എഴുന്നേൽക്കുമോ എന്നാണ്. എന്നാൽ ബർത്തിമായി ഹി സ്പ്രാങ് അപ്പ് ആൻഡ് ഫോളോ ഹിം. പ്രിയപ്പെട്ടവരെ, ഒന്ന് എഴുന്നേൽക്കുമോ? ഗാന്ധിജിക്ക് മേൽക്കുപ്പായം ഉണ്ടായിരുന്നു, അത് അദ്ദേഹം ഒഴിവാക്കി ചില പുറംകുപ്പായങ്ങളെ. മദർ തെരേസയ്ക്ക് പുറംകുപ്പായം ഉണ്ടായിരുന്നു, പക്ഷെ കൊൽക്കത്തയിലെ തോട്ടിപ്പണിക്കാർ സ്ത്രീകളുടെ വേഷമാണ് അദ്ദേഹം ധരിച്ചത്. ശ്രീരാമകൃഷ്ണർ ഹംസർക്ക്, പരമഹംസർക്ക് പൂണൂലുണ്ടായിരുന്നു, അദ്ദേഹം പൂണൂൽ പൊട്ടിച്ചു കളഞ്ഞു. എന്തിനാണ് ഈ പൂണൂൽ പൊട്ടിച്ചതെന്ന് ചോദിച്ചപ്പോൾ പരമഹംസർ പറയുന്നുണ്ട്, പൂണൂൽ എനിക്ക് മറ്റുള്ളവരെക്കാൾ മീതയാണെന്നുള്ളൊരു ബോധം തരും. 8 ബന്ധനങ്ങളിലാണ് അത്രേ മനുഷ്യൻ. 1, ജാതി. 2, സംസ്കാരം. 3, ദേഷ്യം. 4, ഭയം. 5, അപമാനം. 6, അംഗീകാരം. 7, പ്രശസ്തി. 8, അഹം. ഈ 8 ബന്ധനങ്ങളിലാണ്, ഈ 8 പുറംകുപ്പായങ്ങളിലാണ് എല്ലാ മനുഷ്യരും. നമ്മൾ ഇതിനകത്തൊക്കെയാണ്. ചില ഈഗോകളിൽ ജാതി, സംസ്കാരം, ദേഷ്യം, ഭയം, അപമാനം, അംഗീകാരം, പ്രശസ്തി, അഹം. പ്രിയപ്പെട്ടവര്, ചൂരച്ചെടിയുടെ തണലിൽ ഡിസപ്പോയിൻമെന്റിൽ നിന്ന്, ഡിറ്റാച്ച്മെന്റിൽ നിന്ന്, ഡിപ്രഷനിൽ നിന്ന് അറ്റാച്ച്മെന്റിലേക്ക്, ഡിലൈറ്റിലേക്ക്, ഇതാ അപ്പോയിന്റ്മെന്റിലേക്ക് ഏലിയാവ് എഴുന്നേറ്റിരിക്കുന്നു. മോശ ഒരു ചെരുപ്പ് ഉപേക്ഷിക്കുന്നുണ്ട്. ജീവിതം ഇനി തീർത്ഥയാത്രയാണ് എന്ന് മുൾപ്പടർപ്പിൻ്റെ വഴിയിൽ തിരിച്ചറിയുമ്പോഴാണ്. സഹോദരങ്ങളെ, ഒന്ന് എഴുന്നേൽക്കുമോ? മുഗൾ രാജവംശ ചരിത്രം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ മറക്കാനൊക്കാത്തതാണ്. ബാബർ, അദ്ദേഹത്തിൻ്റെ മകൻ ഹുമയൂൺ, മകൻ അക്ബർ, മകൻ ജഹാംഗീർ, മകൻ ഷാജഹാൻ, അദ്ദേഹത്തിൻ്റെ മകൻ ഔറംഗസീബ്. മുഗൾ ചരിത്രം ആധുനിക ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ സാമൂഹ്യ ശാസ്ത്ര പഠിതാക്കൾക്ക് വിസ്മരിക്കാവുന്നതല്ല. പലരെക്കുറിച്ച് നമുക്കറിയാം, എന്നാൽ ഒരാളെക്കുറിച്ച് ഈ സന്ദർഭം സൂചിപ്പിക്കട്ടെ. ഹുമയൂൺ എന്ന് പറയുന്ന ചക്രവർത്തിയുണ്ട്, ബാബറുടെ മകൻ, അക്ബറുടെ അപ്പൻ. ഈ ഹുമയൂൺ ചക്രവർത്തിയെക്കുറിച്ച് ചരിത്രം പറയുക, അദ്ദേഹം ഒരിക്കലും വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാത്തവനായിരുന്നു എന്നാണ്. സുഖലോലുപനും മടിയനും, ഏത് കാര്യവും സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാതെ വൃഥാ നീട്ടിക്കൊണ്ടുപോകുന്നവനും ആയ ഒരു ചക്രവർത്തിയായിരുന്നു ഹുമയൂൺ. ശത്രുക്കൾ സ്വന്തം രാജധാനി വളയുമ്പോൾ പോലും കറുപ്പുതീറ്റയിൽ മുഴുകി ലയിച്ചു കഴിയുകയായിരുന്നു അദ്ദേഹം അന്തഃപുരത്തിൽ. അവസാനം സ്വന്തം സൈനികരാലും അനുചരന്മാരാലും ത്യജിക്കപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു ഹുമയൂൺ ചക്രവർത്തിയുണ്ട്. ജീവിതം മുഴുവൻ ഇങ്ങനെ ഡിപ്രസ്ഡായി കൊണ്ടുപോയി. അദ്ദേഹം ഇങ്ങനെ മാന്ദ്യത്തിലൂടെ നടന്നു. ഈ മനുഷ്യന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നറിയാം? അദ്ദേഹത്തിന്റെ അന്ത്യം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ചേർന്ന് തന്നെയായിരുന്നു. ചരിത്രം എഴുതി വെക്കുക. വീഴാനുള്ള സാധ്യത എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അത് നഷ്ടപ്പെടുത്തുകയില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഉരുണ്ടു വീണുകൊണ്ടേയിരുന്നു. മരിക്കുന്നത് ഒരു കോണിപ്പട ഇറങ്ങുമ്പോൾ ഉരുണ്ടു വീണിട്ടാണ്. ഉരുണ്ടു വീണുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നുപോയി. ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ്. ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് എഴുന്നേൽക്കില്ല.
അലസതലേശം ബാധിച്ചാൽ അശുഭവഴിക്കു വശംവദനായി പാടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് ഒരപ്പം എഴുന്നേൽപ്പിച്ച് അവനെ ഓടിക്കുകയാണ്. പക്ഷെ ഈ അപ്പത്തിന്റെ മഹത്വം ഏലിയാവ് അറിയുന്നില്ല, കിടന്നുറങ്ങിപ്പോയി. നമ്മളും അങ്ങനെ തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അടയില്ലേ. അടുത്ത കാലത്ത് ഒരു ഭക്തനായ മനുഷ്യൻ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരു കവിത എഴുതി, കവിത ചൊല്ലി. കുറേ നാളുകൾക്ക് മുമ്പാണ് ഞാൻ കേട്ടത്. അതിൽ 2 വരി ഇങ്ങനെയാണ്: ഒരു ചെറുകാറ്റിൽ പറക്കുമാ ഗോതമ്പപ്പത്തുണ്ടിൽ, പല കൊടുങ്കാറ്റടക്കിയോനുണ്ടെന്നറിയുക നേരിൽ. എന്നെങ്കിലും മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ ചൊല്ലാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ചെറുകാറ്റിൽ പറക്കുമാ ഗോതമ്പപ്പത്തുണ്ടിൽ, പല കൊടുങ്കാറ്റടക്കിയോൻ ഉണ്ടെന്നറിയുക നേരിൽ. എന്താ പ്രിയപ്പെട്ട വി തോമസ് അച്ഛൻ ഈ മദ്ബഹായുടെ പടിയിൽ നിന്ന് നമുക്കിങ്ങനെ പരിശുദ്ധ കുർബാന തരുമ്പോൾ, അല്ലേ, പിശുക്കനായ അച്ഛൻ അല്ലേ, ഇങ്ങനെ മുറിച്ചു പിന്നെയും മുറിച്ച് 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 ചെറിയൊരു കഷണം അതിങ്ങനെ നാവിലേക്ക് വെച്ച് തരുമ്പോൾ അടുത്തിരിക്കുന്ന ഈ ഫാനിന്റെ കാറ്റിൽ ആ മാംസകഷണം പറന്നു പോകാവുന്നവരല്ലേ ഉള്ളൂ. ഒരു ചെറുകാറ്റിൽ പറക്കുമാ ഗോതമ്പപ്പത്തുണ്ടിൽ, ഇത്രയേ ഉള്ളൂ. ലോകപ്രകാരം നോക്കുമ്പോ പല കൊടുങ്കാറ്റടക്കിയോൻ ഉണ്ടെന്നറിയുക നേരിൽ എന്ന് പറഞ്ഞാൽ, നിന്റെ വേദനകളുടെ കൊടുങ്കാറ്റ്, നിന്റെ സങ്കടങ്ങളുടെ കൊടുങ്കാറ്റ്, നിന്റെ കാമനകളുടെ കൊടുങ്കാറ്റ്, നിന്റെ കണ്ണീരിന്റെ കൊടുങ്കാറ്റ്, അല്ലേ? നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന എത്ര വലിയ കൊടുങ്കാറ്റുകളുമാകട്ടെ, പല കൊടുങ്കാറ്റടക്കിയോൻ ആ അപ്പകഷണത്തിൽ ഉണ്ട് കുഞ്ഞേ. ശരിയല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ഈ കവിത. ഒന്ന് ധ്യാനിച്ചോളൂ. അടുത്ത തവണ പരിശുദ്ധ കുർബാന അനുഭവിക്കാൻ കറ്റാനംപള്ളിയുടെ തിരുനടയിലേക്ക് പോകുമ്പോൾ ഗായക സംഘം അഗ്നിമയന്മാർ മനോഹരമായി പാടിക്കൊള്ളട്ടേന്നേ. നിങ്ങളുടെ മനസ്സിൽ ഈ 2 വരി ഒന്നും ധ്യാനിച്ച് പാടിക്കൊണ്ടു പോക്കൂ. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റ് അടങ്ങണമേ ഈ അപ്പത്താൽ, ഈ അടയാൽ. പ്രിയപ്പെട്ടവരെ, വിഷാദത്തിൽ നിന്ന് വിജയത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നൊരു മദ്ബഹ ഇവിടെയുണ്ട്. വിഷാദത്തിൽ നിന്ന് വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു അപ്പം ഇവിടെയുണ്ട്. ഏലിയാവ് എഴുന്നേറ്റു. ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. വിഷാദത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക്, വിജയത്തിലേക്ക്. ലോകത്തെ ഏറ്റവും വലിയൊരു മ്യൂസീഷ്യനാണ് ബിഥോവൻ. അദ്ദേഹത്തിൻ്റെ സിംഫണികൾ പ്രസിദ്ധമാണ്. കേൾവിശക്തിയില്ലാത്ത മനുഷ്യനാണ് ലോകത്തെ ഏറ്റവും വലിയ സംഗീതത്തിൽ വിസ്മയം തീർത്തത്. സംഗീതത്തിൻ്റെ നെറുകയിലെത്തിയ മഹാനാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ വീണുപോയ, തളർന്നുപോയ നിമിഷങ്ങളുണ്ട്. ജീവിതം അവസാനിപ്പിച്ചാലോ എന്നുള്ളിൽ തോന്നിയ നിമിഷങ്ങളുണ്ട്. പക്ഷെ ബിഥോവൻ പറയുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ തങ്കമൊഴികളുണ്ട്. ഐ വിൽ ടേക്ക് മൈ ലൈഫ് ബൈ ത്രോട്ട്. എനിക്ക് കേൾക്കാൻ പറ്റിയിരുന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ട നാളം കൊണ്ട് നേരിട്ടു. ഐ വിൽ ടേക്ക് മൈ ലൈഫ് ബൈ ത്രോട്ട്. എനിക്ക് ഒത്തിരി കുറവുകളുണ്ടായിരുന്നു. എനിക്ക് നിരാശപ്പെടാൻ, വീണ് കിടക്കാൻ, എഴുന്നേൽക്കാതിരിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ടായിരുന്നു. കുമാരനാശാൻ പണ്ട് പ്രരോദനത്തിൽ പാടിയിട്ടുണ്ട്, നക്ഷത്രത്തെ നോക്കി ഈ പുഴു പറന്നിടുന്നു എന്ന് പറഞ്ഞാൽ, തറയിൽ ഇഴയുന്ന പുഴുവിനും ഒരാഗ്രഹമുണ്ട്, എനിക്കും ശലഭത്തെ പോലെ പറക്കണം. എന്ത് ചെയ്യാനാ? പക്ഷെ ആശാൻ എഴുതി വച്ചിട്ടുണ്ട്, ആകാശത്ത് വിളങ്ങുന്ന നക്ഷത്രത്തെ നോക്കി ഈ പുഴു പറന്നിടുന്നു. കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്, നമ്മളൊക്കെ വെറും പുഴുക്കൾ, നമ്മളൊക്കെ ചെറുകാറ്റത്ത് വീണുപോകാവുന്ന ജീവിതങ്ങൾ. പക്ഷെ അവിടെയൊക്കെ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് നോക്കാനൊരു നക്ഷത്രമുണ്ട്. ഒരു ചെറിയ കാരണം കൊണ്ട് എഴുന്നേൽക്കുമോ?
ഇന്നത്തെ രാത്രി ചോദിക്കുകയാണ്, എഴുന്നേൽക്കുമോ? എന്തു വന്നാലും വീണുപോകില്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യ ഭാഗത്ത് മരണകരമായ 6 ഉറക്കങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? മരിക്കാൻ ആഗ്രഹിച്ച 4 പേരെ കുറിച്ച് 5 പേരെ കുറിച്ച് പറഞ്ഞില്ലേ? എന്തു വന്നാലും വീഴില്ല എന്ന് വിചാരിച്ചവരുമുണ്ട് ഈ പുസ്തകത്തിൽ. ഇയ്യോബ് 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഇയ്യോബിനെ കുറിച്ചൊരു സാക്ഷ്യം: ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. എന്തൊക്കെ വന്നാലും, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമോടെ ഞാൻ യാത്ര ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇതിലൊന്നിലും ഇയ്യോബ് ഭോഷത്വം ആരോപിച്ചില്ല, പാപം ചെയ്തില്ല. എന്തു വന്നാലും. 1-ാമത്തെ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഒന്ന് എഴുന്നേൽക്കുമോ? വീണുപോയ ജീവിതമേ, ഇരുന്നുപോയ ജീവിതമേ, ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. 2, ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ വചനത്തിലൂടെ ചോദിക്കുന്നു, 2-ാമതായി ഒന്ന് എഴുന്നേൽക്കുമോ? മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യമാണ്: എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ, ബാക്കി പറയൂ, ഉദിച്ചിരിക്കുന്നു. ഫ്രം ഡാർക്ക്നെസ് ടു സൺറൈസ്, ഇരുളിൽ നിന്ന് പുലരിയിലേക്ക്. ഫ്രം ഡാർക്ക്നെസ് ടു സൺറൈസ്, ഇരുളിൽ നിന്ന് പുലരിയിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നാം കേട്ടിട്ടുള്ളതാണ്, വേദപുസ്തകത്തിൽ 2 പ്രകാശമുണ്ട്. 2 പ്രകാശമുണ്ട്. 1-ാമത്തേത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അറിയാം, എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഇങ്ങനെയാണ്: ലെറ്റ് ദേർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ. എത്രാം ദിവസം? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് 1 പറയൂ. എത്രാം ദിവസം? 1-ാം ദിവസം. എന്നാൽ അത് കഴിഞ്ഞിട്ട് 4-ാം ദിവസം ഇങ്ങനെയാണ്: പകൽ വാഴുവാൻ വലിപ്പമേറിയ വെളിച്ചം, രാത്രി വാഴുവാൻ വലിപ്പം കുറഞ്ഞ വെളിച്ചം. പറയൂ, ദൈവം വെളിച്ചം സൃഷ്ടിച്ചത് 1-ാം ദിവസവും പിന്നീട് എത്രാം ദിവസവും? 4-ാം ദിവസവും. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? 1-ാം ദിനത്തിലെ വെട്ടത്തെ വിളിക്കുന്നത് ബീയിങ് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ ഉണ്മ എന്നാണ്. അതുകൊണ്ടാണ് ഈ ദൈവം എന്ന വാക്കുണ്ടാകുന്നത് എങ്ങനെയാ? ദിവ്, ദ്യോതന, പ്രകാശം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. ദൈവം, ദിവ്, പ്രകാശമാണ്. ദ്യോതിപ്പിക്കുക, ദ്യുതി, ദൈവം. അപ്പൊ ദൈവത്തിന്റെ പേര് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്. 1-ാം ദിനത്തിലെ വെട്ടം ബീയിങ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഉണ്മ. ഇപ്പൊ ദനഹ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ദനഹ പെരുന്നാളിൽ പ്രഭാതത്തിലെ സെദറ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: സർവവും പ്രകാശത്താൽ നിറയേണ്ടതിന് ദൈവം പ്രകാശം മുതൽ സൃഷ്ടി ആരംഭിച്ചു. എന്താ? പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നു, സർവവും പ്രകാശത്താൽ നിറയേണ്ടതിന് ദൈവം പ്രകാശം മുഴുവൻ എന്ന് പറഞ്ഞ ഈ ലോകം മുഴുവൻ ദൈവത്തിന്റെ ബീയിങ് ഓഫ് ഗോഡാണ്, ഉണ്മയുടെ ഭാഗമാണ്. അതാണ് ദനഹ പെരുന്നാളിലെ സെദറ. പ്രകാശത്താൽ നിറയേണ്ടതിന് എന്നിലും നിങ്ങളിലും എല്ലാം ദൈവത്തിൻ്റെ ബീയിങ് ഉണ്ട്. 4-ാം ദിനം ക്രിയേറ്റഡ് ലൈറ്റാണ്, സൃഷ്ടിച്ച വെളിച്ച. ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നത് ഈ ക്രിയേറ്റഡ് ലൈറ്റിലാ, ഞാൻ നിങ്ങളെ കാണുന്നത് ഈ ക്രിയേറ്റഡ് ലൈറ്റിലാ. പാമ്പേത് കയറേത് എന്ന് തിരിച്ചറിയാൻ പറ്റില്ല, നമ്മളെ കബളിപ്പിക്കും. 1-ാം ദിനത്തിലെ വെട്ടം ബോധോദയമാണ്, ജ്ഞാനപ്രകാശമാണ്, ശിവം എന്ന് പറയും. 4-ാം ദിനത്തിലെ വെട്ടത്തിൽ പുറം കാഴ്ചകൾ മാത്രം. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, എഴുന്നേൽക്കുക, ദൈവത്തിന്റെ ഉണ്മയുടെ ഭാഗമാകുക. എറൈസ് ഫ്രം ഡാർക്ക്നെസ് ടു സൺറൈസ്. പ്രിയപ്പെട്ടവരെ, 4-ാം ദിനത്തിലെ വെട്ടം പരിമിതിയുണ്ട്. സൂര്യപ്രകാശം സ്വർഗത്തിൽ നിന്ന്, ആകാശത്ത് നിന്ന് ഭൂമിയിലെത്തുന്നത് എത്ര നേരം കണ്ടാണ്? സെക്കൻഡിലത് ഒരു 3 ലക്ഷം കിലോമീറ്റർ എങ്കിലും സഞ്ചരിക്കും. 8 മിനിറ്റ് 14 സെക്കൻഡ് കൊണ്ടാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്തുക.
ആ വേഗതയിൽ ലോകത്തൊന്നും സഞ്ചരിക്കില്ല. അതുകൊണ്ടാണ് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും വിശ്വാസ പ്രമാണത്തിൽ വർണ്ണിക്കാൻ ഇതിലും മേലെ അതുക്കും മേലെ ഒന്നില്ല. ബീയിങ് ഓഫ് ഗോഡ്. 8 മിനിറ്റ് 14 സെക്കൻഡ് കൊണ്ട് സൂര്യപ്രകാശം ഭൂമിയിലെത്തും. മനുഷ്യൻ അങ്ങനെ സഞ്ചരിക്കാൻ ഒക്കുവോ? എന്തുകൊണ്ട് പറ്റില്ല? പറ്റില്ല. പറ്റിയാൽ ഒരു കുഴപ്പമുണ്ടാവും. എന്തെന്നറിയാമോ? പറ്റത്തില്ല എന്നുള്ളതാണ് കാരണം. പറ്റിയാലുള്ള കുഴപ്പം മാസ് വിൽ ടേൺ ഇൻ ടു എനർജി എന്ന. അത്ര വേഗതയിൽ, ഫിസിക്സിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതാണ്, അത്ര വേഗതയിൽ ഒരു പദാർത്ഥം സഞ്ചരിച്ചാൽ പദാർത്ഥം ഊർജമായി മാറും. അതുകൊണ്ടാണ് അങ്ങനെ പറയുക. അങ്ങനെ സഞ്ചരിക്കാനൊക്കെ ഇല്ല. മാസ് വിൽ ടേൺ ഇൻ ടു എനർജി. മാസിന്റെ വെലോസിറ്റി അല്ലേ എനർജി? കുട്ടികൾക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ പ്രകാശം മനുഷ്യനിൽ ഊർജമായി 1-ാം ദിനത്തിലെ വെളിച്ചം വന്നിറങ്ങാം. ഞാൻ പറയണത് അത്തിരി കട്ടിയുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ 2ാമത്തെ വരവ് പ്രകാശ വേഗതയിൽ ഒരു ഊർജമായി. മാസ് വിൽ ടേൺ ഇൻ ടു എനർജി. അങ്ങനെ അർത്ഥമില്ലേ? കർത്താവിന്റെ 2ാമത്തെ വരവ് മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങും പോലെയാണെങ്കിൽ പ്രകാശ വേഗതയിൽ യേശു ക്രിസ്തു വരും. നിന്നിലേക്ക് ഇന്നും വരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു ഊർജമായി വരുന്നില്ലേ? സ്വർഗത്തിലെ ആത്മാവ്. ഇത് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ എങ്ങനെയും പറയാം. അതുകൊണ്ട് സ്വർഗത്തിലെ വെട്ടമല്ല ഭൂമിയിലെ വെട്ടം. 1-ാം ദിനത്തിലെ വെട്ടവും 4-ാം ദിനത്തിലെ വെട്ടവും തമ്മിൽ യെശയ്യാവ് 60:19 പറയുന്നു, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. സൂര്യനിനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മാഞ്ഞു പോകുകയില്ല. നിന്റെ വെളിച്ചം സൂര്യനല്ല, നിലാവെളിച്ചം ചന്ദ്രനല്ല. അതെ, നാം കാണാത്ത ഒരു 1-ാം ദിനത്തിലെ വെട്ടം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ യെശയ്യാവ് പറയുന്നു, എഴുന്നേറ്റു പ്രകാശിക്കാൻ. അറിയാവുന്ന പാട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേലുദിച്ചിരിക്കുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കുക, ദൈവത്തിൻ്റെ ഉണ്മയുടെ ഭാഗമാകാൻ എഴുന്നേൽക്കുക. വെളിപ്പാട് പുസ്തകവും പറയുന്നുണ്ട് 21-ാം അധ്യായം 23-ാം അധ്യായം, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. വെളിപ്പാട് നമ്മൾ അങ്ങനെ അധികം വായിക്കാറില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. ശ്രദ്ധിക്കണേ, കുഞ്ഞാട് അതിൻ്റെ വിളക്കാണ്. അവിടെ സൂര്യനും ചന്ദ്രനും നമ്മുടെ കാലമൊന്നും അല്ല കേട്ടോ. രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ. നമ്മുടെ കണക്കല്ല, നമ്മുടെ രീതിയല്ല, നമ്മുടെ കണക്കല്ലെന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ദിവസങ്ങൾ എണ്ണുന്നത് 24 മണിക്കൂർ, ആഴ്ച, മാസം. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് പറഞ്ഞു ഞാൻ പോയതുപോലെ വേഗം വരും, വന്നോ? ഇല്ല. എന്നാ ഞാൻ പറയാം, കർത്താവ് പോയിട്ട് അധിക സമയമായിട്ടില്ല. യഹോവയുടെ ദൃഷ്ടിയിൽ 1000 സംവത്സരം ഒരു ദിവസം പോലെ, ഒരു ദിവസം 1000 സംവത്സരം പോലെ. നമ്മുടെ ദിവസത്തിൻ്റെ കണക്കല്ല, നമ്മൾ 2000 എണ്ണി വെച്ചുകൊണ്ടിരിക്കുക. മുകളിലെ കണക്കനുസരിച്ച് 1000 വർഷം സമം ഒരു ദിവസം. അങ്ങനെയെങ്കിൽ തമ്പുരാൻ പോയിട്ട് ഇപ്പം എത്ര ദിവസമായി? ഒന്ന് പറയൂ. 2 ദിവസം. വാക്ക് തെറ്റിക്കില്ല കർത്താവ്. സ്വർഗത്തിലെ കണക്ക് നമ്മുടെ ഋതുക്കളല്ല, നമ്മുടെ ഹേമന്തവും നമ്മുടെ ഗ്രീഷ്മവും നമ്മുടെ വസന്തവുമല്ല. സ്വർഗത്തിൽ വേറൊരു കണക്കാ. അതുകൊണ്ട് തമ്പുരാൻ പോയിട്ട് വരാൻ വൈകിട്ടില്ല. ഓൺലി 2 days. 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ആദമിനോട് പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. മരിച്ചോ? നമ്മൾ പറയും പാപത്തിൽ മരിച്ചു. ശരീരപ്രകാരം മരിച്ചില്ല. ഞാൻ പറയട്ടെ, മരിച്ചു. ആദാമിൻ്റെ ആയുഷ്കാലം കൊറോണയായിട്ട് കുറേ നാളൊക്കെ ഇത് അടച്ചു വച്ചിരിക്കുകയായിരുന്നു. 930 വർഷം. 930 വർഷം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ കണക്കനുസരിച്ച് 1000 സംവത്സര സമയം ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ കണക്കനുസരിച്ച് 930 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആയിട്ടുണ്ടോ? ഇല്ല. ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ അപ്പൻ പറഞ്ഞതാണ്. 930 1000 കടന്നുപോയില്ല, തിന്നുന്ന ദിവസം തന്നെയാണ്. ചിന്തിക്കാവുന്നവർക്ക് ചിന്തിക്കാം. അപ്പൊ ഇതാണ് കണക്ക്. നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കണക്കുണ്ട്.
അത് പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞാലായാലും സ്വർഗത്തിലെ ഋതുക്കളെ കുറിച്ച് പറഞ്ഞാലും അത് ബൈബിൾ മാത്രമല്ല. ലോകത്ത് പറയുന്ന ഒത്തിരി ഇടങ്ങളുണ്ട്. ഈ കഠോപനിഷത്തിൽ ഈ വെളിപ്പാട് പറയുന്ന അതേ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. യെശയ്യാവിൽ പ്രവാചകൻ പറയുന്ന അതേ കാര്യം കഠോപനിഷത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദ്യോതിപ്പതില്ലവിടെ സൂര്യൻ, ദ്യോതിപ്പതില്ലവിടെ ചന്ദ്രതാരകങ്ങൾ, ദ്യോതിപ്പതില്ലവിടെ വിദ്യുത്, പിന്നെയോ ഈ അഗ്നി, അവൻ താനേ ശോഭിപ്പൂ. അനുഭാസുരരായവരൊക്കെയും അവൻ്റെ ഭാസാലല്ലോ സകലവും പ്രകാശിപ്പത് എന്ന് പറഞ്ഞാൽ, ദ്യോതിപ്പതില്ല അവിടെ സൂര്യൻ, അവിടെ സൂര്യൻ്റെ വെട്ടമല്ല. ദ്യോതിപ്പതില്ല അവിടെ ചന്ദ്രതാരകങ്ങൾ, നിനക്ക് നിലാവെളിച്ചം തരുന്നത് ചന്ദ്രനല്ല. അത് തന്നെ ഉപനിഷത്ത് പറയുക. പിന്നെ പറയുന്നു അവൻ താനേ ശോഭിപ്പൂ. നമ്മളും പറയുന്നു കുഞ്ഞാടതിൻ വിളക്കാണേ. ഉണ്ട് വരുന്നുണ്ട് പാട്ട്. ഇത് തന്നെയല്ലേ അവിടുത്തെ വിളക്കാര് തന്നെ, അവൻ താനേ ശോഭിപ്പൂ. സാക്ഷാൽ ഉപനിഷത്തുകൾ പറയുന്ന പ്രജാപതി, വേദങ്ങൾ പറയുന്ന പ്രജാപതി. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല, എനിക്കതാവതില്ല. മറിച്ച് സ്വർഗത്തിലെ ദൈവം വിളക്കായി മാറുന്ന നേരമുണ്ട് പ്രിയപ്പെട്ടവരെ. സഭ എന്ന വാക്കിൻ്റെ തന്നെ ഉണ്മ എന്ന് പറയുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രകാശമായിട്ട് ബന്ധപ്പെട്ട സമാനതയുടെ ഭാസം, അങ്ങനെയൊരു നിർവചനമുണ്ട്. ഭാസം എന്ന് പറഞ്ഞാൽ പ്രകാശം. മോശ ആ പ്രകാശത്തിലേക്ക് വന്നു അല്ലേ? അതുകൊണ്ടാണ് മോശ സീനായി മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ താഴെ സ്വന്തം ഭാര്യ, മോശ ഏറ്റവും അടുത്ത് കണ്ടിട്ടുള്ള സ്വന്തം ഭാര്യ പറഞ്ഞൊരു കാര്യം ബൈബിളിൽ ഉണ്ട് എന്നുള്ളതിനേക്കാൾ അപ്പുറം ബൈബിളിൽ പറയുന്നുണ്ട്. നാടകീയമായി അവതരിപ്പിക്കുന്ന 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു പഴയ സിനിമയുണ്ട്, 10 കൽപ്പനകൾ. അതൊരു ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിലുള്ളതാണ്, വിശ്വവിഖ്യാതമാണ് 10 കമാൻഡ്മെന്റ്സ് ഒക്കെ. അതിനകത്ത് ഈ മോശ സീനായി മല ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഈ സിപ്പോറ സ്വന്തം ഭാര്യ പറയുന്നുണ്ട്, ഈ മുഖത്തിന്റെ ശോഭ കണ്ടിട്ട്, ഹി ഹാസ് റിയലി സീൻ ഹിസ് ഗോഡ്. സത്യമാണ്, ഈ വരുന്ന എൻ്റെ ഭർത്താവുണ്ടല്ലോ, അയാളുടെ ദൈവത്തെ കണ്ടു കേട്ടാ. ഹി ഹാസ് റിയലി സീൻ ഹിസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എണ്ണം പറഞ്ഞ പിതാക്കന്മാരില്ലേ, സൂര്യ തേജസ്സോടെ വിളങ്ങുന്ന പരിമല തിരുമേനിയും പാമ്പാടി തിരുമേനിയും ഒത്തിരി പിതാക്കന്മാർ നമുക്കില്ലേ, സൂര്യ തേജസ്സോടെ. നമ്മളിലൊക്കെ ഒരു പ്രകാശത്തിൻ്റെ സാധ്യതയുണ്ട്. അഴിയും തോറും പ്രകാശം പരത്താനുള്ള സാധ്യത. പക്ഷെ നമുക്കൊക്കെ അഴിയും തോറും ദുർഗന്ധം പരത്തുകയാണ്. ശ്രീബുദ്ധൻ്റെ അടുക്കൽ ആനന്ദൻ ചെന്ന് ചോദിച്ചിട്ടുണ്ട്, വെളിച്ചം എങ്ങനെ കിട്ടും? ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു, ആനന്ദ, നീ തന്നെയാണ് നിന്റെ വെളിച്ചം. സഹോദരങ്ങളെ, പക്ഷെ നമുക്കിന്ന് പറ്റിയ ദുർവിധി എന്തെന്നറിയാം? പണ്ട് വള്ളത്തോൾ പാടിയതുപോലെ വെളിച്ചത്തെ കൊണ്ട് ഇരുട്ടുണ്ടാക്കുന്നു നമ്മൾ. ശരിയല്ലേ? വെളിച്ചത്തെ കൊണ്ട് ഇരുട്ടുണ്ടാക്കുന്നു നമ്മൾ. നമ്മുടെ കവികളൊക്കെ പാടിയത് 1947 സ്വാതന്ത്ര്യം കിട്ടി, ഇനി എന്നും പുലരിയും പ്രഭാതവും നട്ടുച്ചയുമാണ്. പക്ഷെ സ്വാതന്ത്ര്യം കിട്ടി, ഈ ഇത്രയും നാൾ കഴിഞ്ഞപ്പോൾ, 10-20 വർഷം കഴിഞ്ഞപ്പോൾ നട്ടുച്ചയായോ രാത്രിയായോ? നമ്മൾ വെളിച്ചത്തെ കൊണ്ട് ഇരുട്ടുണ്ടാക്കുക. ഒരു ഉദാഹരണം മാത്രം പറയാം. ഡൽഹിയിലൊരു കർഷക സമരം തുടങ്ങിയിട്ട് ആഴ്ചകളായി. ഇന്ത്യയിലെ സകല മാധ്യമങ്ങളും കൂടെ ഒരാഴ്ച ഒത്തുപിടിച്ചിരുന്നെങ്കിൽ ഇത് തീരുകയില്ലായിരുന്നു. പക്ഷെ സെൻസേഷണൽ വാർത്തകൾക്ക് പിറകെ പോകുമ്പോൾ, ഇരുട്ടുമൂടുന്ന വാർത്തകൾ മാത്രം സമ്മാനിക്കാൻ മാധ്യമങ്ങൾ മത്സരിക്കുമ്പോൾ, കാലത്തിന് വെളിച്ചം പകർന്നു കൊടുക്കാൻ ചരിത്രത്തിൻ്റെ ഒരു തൂണുകൾക്കും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണ്. പ്രിയപ്പെട്ടവരെ, വേഗം ഞാൻ മുന്നോട്ട് പറഞ്ഞു പോകട്ടെ. പണ്ട് ഒരു രാജാവ് ഒരു കുതിരയെ വാങ്ങിയ കുതിര ആർക്കും മെരുങ്ങുന്നില്ല, എല്ലാവരെയും കുതറി വീഴ്ത്തുകയാണ്. ഒരു കൊച്ചു ചെക്കൻ വന്നു, ഒരു ബാലൻ. അവൻ വന്ന് ഈ കുതിരയുടെ ചുറ്റും നടന്നു, എന്നിട്ട് എന്തൊക്കെയോ ചെയ്തു. പൂച്ചക്കുഞ്ഞിനെ പോലെ കുതിര വഴങ്ങിക്കൊടുത്തു. എല്ലാവർക്കും അതിശയമായി, കൊച്ചുകുട്ടി എന്താ ചെയ്തതാ? അവസാനം ഈ കുട്ടി പറഞ്ഞു, എന്നാ ചെയ്യാനാ? നിങ്ങൾ കുതിരയെ കെട്ടിയത് സൂര്യനെതിരെയാണ്. നിഴല് കണ്ട് കുതിര പേടിച്ചിരുന്നു, സ്വന്തം നിഴല് കണ്ടിട്ട്. പക്ഷെ ഞാൻ ചെയ്തത് സൂര്യൻ അഭിമുഖമായി ഞാൻ കുതിരയെ തിരിച്ചു നിർത്തി. പ്രകാശം കണ്ടപ്പോൾ
കുതിര ശാന്തനായി. ആ കുട്ടിയുടെ പേരാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നീതിസൂര്യനെതിരെ നിൽക്കുക. വെളിച്ചത്തെ കൊണ്ട് ഇരുട്ടുണ്ടാക്കുന്നു നമ്മൾ ആത്മീക ഗോളത്തിൽ. വെളിച്ചത്തെ കൊണ്ട് ഇരുട്ടുണ്ടാക്കുന്നു നമ്മൾ, അല്ലേ? അഭിമുഖമായി നിൽക്കുമോ? നീതിസൂര്യന് അഭിമുഖമായി നിൽക്കുമോ? യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ഒരു പറ്റം ശിഷ്യന്മാർ, 2 പേർ, അവരുടെ മുഖം വാടിയിരുന്നു, അവർ ഭ്രമിച്ചിരുന്നു. പോയത് സൂര്യനെതിരെയാണ്. എന്നാൽ എമ്മൗസിൽ ചെന്നപ്പോൾ ചില തിരിച്ചറിവുണ്ടായപ്പോൾ അവർ ഒരു യു-ടേൺ എടുത്തു. സന്ധ്യ കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷത്തിൽ, അവർ തിരികെ യെരൂശലേമിൽ ചെന്നപ്പോൾ കേൾക്കണേ, സൂര്യൻ ഉദിച്ചിരുന്നു. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. ഇന്നലെ രാവിലെ യെരൂശലേമിൽ നിന്ന് ഇറങ്ങി വൈകിട്ട് എമ്മൗസിൽ വന്നു, സൂര്യനെതിരെ സഞ്ചരിച്ചു. എന്നാൽ നീതി സൂര്യനെ കണ്ടപ്പോൾ അവർ ഒരു യു-ടേൺ എടുത്തു. സുവിശേഷം വിളിച്ചു പറയുന്നു, അവർ തിരികെ യെരൂശലേമിൽ ചെന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. അഭിമുഖമായി നിൽക്കുമോ? നീതി സൂര്യന് അഭിമുഖമായി. ഓൾട്ടയർ ധീരനായിരുന്നു, യൂറി ഗഗാറിൻ ധീരനായിരുന്നു. പക്ഷെ അവരൊക്കെ വലിയ വെളിച്ചത്തെ നിഷേധിച്ചിരുന്നു. മരണക്കിടക്കയിൽ ഒരു വോൾട്ടയറെ പരിചരിച്ച നേഴ്സ് പറയുന്നുണ്ട്, ഭൂമിയിലെ ധനം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ദൈവവിശ്വാസിയല്ലാത്തവൻ്റെ മരണക്കിടക്കരികിൽ ഇനി ഞാനില്ല. വലിയ മനുഷ്യരൊക്കെ ചില വലിയ വെളിച്ചങ്ങളെ നിഷേധിച്ചവരാ. എഴുന്നേൽക്കുമോ? ഫ്രം ഡാർക്ക്നെസ് ടു സൺറൈസ്. എഴുന്നേൽക്കുമോ? ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. ഒരു ചിന്ത കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എഴുന്നേൽക്കുമോ? മൂന്നാമതായി നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വചനം. നാം എഴുന്നേറ്റ് പണിയുക. Arise and build. നാം എഴുന്നേറ്റ് പണിയുക. ഫ്രം ഡിസ്ട്രക്ഷൻ ടു കൺസ്ട്രക്ഷൻ. നാശത്തിൽ നിന്ന് നിർമ്മാണത്തിലേക്ക്, പതനത്തിൽ നിന്ന് പണിയിലേക്ക്. ഫ്രം ഡിസ്ട്രക്ഷൻ ടു കൺസ്ട്രക്ഷൻ. ബാബേൽ പ്രവാസകാലം ശ്രദ്ധിക്കൂ. 70 വർഷങ്ങൾക്ക് ശേഷം യെരൂശലേമിലേക്ക് വന്ന BC 606, 597, 587 ആയിട്ട് 3 ഘട്ടമാണല്ലോ ബാബേലിലേക്ക് യഹൂദന്മാർ പോയത്. തിരികെ വന്ന 70 വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്ന 3-ാമത്തെയും അവസാനത്തെയും സംഘത്തിൻ്റെ നേതാവ് നെഹമ്യാവ്. The great rebuilder, the man of power, the man of actions, the great rebuilder. മതിലുകളില്ലാതിരുന്ന യെരൂശലേമിൻ്റെ പട്ടണത്തിൽ അവിടെ യഹൂദന്മാർ ചിതറിപ്പാർത്തു, ഗ്രാമങ്ങളിൽ പോയി പാർത്തു, പല ജാതികളോട് ഇടകലർന്ന് വംശീയ ശുദ്ധി നഷ്ടപ്പെടുത്തി, വിശ്വാസാചാരങ്ങൾ നഷ്ടമാക്കി. ശൂഷൻ രാജധാനിയിൽ നിന്ന് അല്പം അവധിയും എടുത്തുകൊണ്ട് നെഹമ്യാവിതാ വരുന്നു. 12 വർഷത്തെ ഗവർണറായിരുന്നു ശൂഷൻ രാജധാനിയിൽ. ലീവിന് എഴുതി കൊടുത്ത് ലീവ് കിട്ടി നല്ലൊരു ടീമുമായിട്ട് യെരൂശലേമിലേക്ക്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നെഹമ്യാവിൻ്റെ പ്രത്യേകത, എഴുന്നേറ്റു നാശത്തിൽ നിന്ന് നിർമ്മാണത്തിലേക്ക്. ഫ്രം ഡിസ്ട്രക്ഷൻ ടു കൺസ്ട്രക്ഷൻ. കർമ്മം ചെയ്യുമോ? ഉത്തരവാദിത്തങ്ങളിലേക്ക് മടങ്ങി. അവിടെ ആയിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് പണിഞ്ഞില്ലേലും കുഴപ്പമില്ല, പണിഞ്ഞാലും കുഴപ്പമില്ല. യെരൂശലേം ദേവാലയം വെന്ത് കിടക്കുന്നു, പണിഞ്ഞാലും കുഴപ്പമില്ല, പണിഞ്ഞാലും കുഴപ്പമില്ല. കോട്ടകൾ തകർന്നു, പണിഞ്ഞാലും കുഴപ്പമില്ല, പണിഞ്ഞില്ലേലും കുഴപ്പമില്ല. ഒരു പാസീവ് ഫെയ്ത്താണ്. പക്ഷേ നെഹമ്യാവ്, ദ ഗ്രേറ്റ് റീബിൽഡർ, പറയുന്നു എഴുന്നേറ്റ് പണിയുക. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ നിർമ്മാണമായിരുന്നു. 52 ദിവസങ്ങൾ കൊണ്ട് 12 പടിവാതിലുകൾ ഉൾപ്പെടെ യെരൂശലേമിൻ്റെ മതിലുകൾ പണി തീർത്തു. നെഹമ്യാവ് പാഷനേറ്റ് വർക്ക് ആയിരുന്നു കൊട്ടാരത്തിൽ. ശ്രദ്ധിക്കണേ,
ശൂശൻ രാജധാനിയിൽ നെഹമ്യാവിനുണ്ടായിരുന്നത് പാനപാത്രവാഹകന്റെ ജോലി ഗവർണറുടെ ജോലി തന്നെയാണ്, റോയൽ ജോബാണ്, പ്രതിഫലം കിട്ടും, ആരും മോഹിക്കുന്ന ജോലി, പാഷണേറ്റ് വർക്ക്, പ്രതിഫലം കിട്ടുന്ന ജോലി. എന്നാൽ പാഷണേറ്റ് വർക്ക് കളഞ്ഞിട്ട് ഇംപാഷണേറ്റ് വർക്കിലേക്ക് വന്നു. ഈ കോട്ട പണിഞ്ഞാലും യെരുശലേമിനെ ശുദ്ധീകരിച്ചാലും ഒരു ഫലവും നെഹമ്യാവിനില്ല. പക്ഷേ നെഹമ്യാവ് അതിന് തയ്യാറായി. അപകടകരമായ ലീഡർഷിപ്പിലേക്ക് നെഹമ്യാവ് എടുത്തു ചാടി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, എന്താ പാഷനേറ്റ് വർക്കും ഇംപാഷനേറ്റ് വർക്കും? ഒന്ന് ശ്രദ്ധിക്കുമോ? നിഷ്കാമകർമ്മം എന്ന് പറയും. അതും ഭഗവത്ഗീതയിൽ ഉപയോഗിക്കുന്ന ഒരു കർമ്മയോഗത്തിലെ പദമാണ്. ഫലം കിട്ടിയില്ലെങ്കിലും കർമ്മം ചെയ്യുക. നമ്മൾ പക്ഷെ അങ്ങനല്ല. നമ്മുടെ മോടെ കല്യാണത്തിന് വിളിക്കണമെങ്കിൽ നമ്മളെയും വിളിച്ചിരിക്കണം, അല്ലേ? നമ്മളോടെങ്ങനെയാണോ അങ്ങനെയാണ്. എന്ത് ഗുണം ഉണ്ടാവുമോ അതനുസരിച്ചേ തിക്കുള്ളൂ. ഞാനും നിങ്ങളും അങ്ങനെയാണ്. പക്ഷേ ചില മനുഷ്യരുണ്ട്, അവർ ഫലം കിട്ടിയില്ലെങ്കിലും കർമ്മം ചെയ്യും. നെഹമ്യാവ് പാഷനേറ്റ് വർക്കിൽ നിന്ന്, ഫലം കിട്ടുന്ന കർമ്മത്തിൽ നിന്ന് ഇംപാഷനേറ്റ് വർക്കിലേക്ക്, ഫലം കിട്ടിയില്ലെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിഷ്കാമകർമ്മം. യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് നിഷ്കാമകർമ്മമാണ്, തനിക്ക് വേണ്ടിയിട്ടല്ല. ഒരമ്മ കുഞ്ഞിനു വേണ്ടി അവൻ്റെ പനിക്കിടക്കരികിൽ ഉറക്കം വിളിക്കുന്നത് നിഷ്കാമകർമ്മമാണ്. ഒരു ഭർത്താവിന് വേണ്ടി ഒരു ഭാര്യ കാത്തിരിക്കുന്നത് നിഷ്കാമകർമ്മമാണ്. ആശുപത്രിയിൽ കൂട്ടിരിക്കുന്നത് നിഷ്കാമകർമ്മമാണ്. പക്ഷെ ഇത് വന്ന് നമുക്ക് നിഷ്കാമകർമ്മത്തോട് താല്പര്യമില്ല, നിഷ്കർമ്മ കാമമാണിപ്പോൾ ഉള്ളത്. എന്നാൽ എന്താണ്? കർമ്മം ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ നോക്കുകൂലി വേണം. അതാണ് നിഷ്കർമ്മകാമം. നിഷ്കാമകർമ്മവുമുണ്ട്, നിഷ്കർമ്മകാമവുമുണ്ട്. ശരിയല്ലേ? നമുക്കിപ്പോൾ അങ്ങനെയായിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവർക്ക് ഒരു അപവാദമാണ് നെഹമ്യാവ്. ഹാഗാർ ഒളിച്ചോടി, യാക്കോബ് ഒളിച്ചോടി, മോശ ഒളിച്ചോടി. പക്ഷെ അവർക്കൊക്കെ വഴിയിൽ നിത്യതയുമായി ബന്ധപ്പെട്ടൊരു പുതിയ പ്രകാശം കിട്ടി. നെഹമ്യാവിൻ്റെ പ്രത്യേകത, ആ പുസ്തകത്തിൽ നെഹമ്യാവിൻ്റെ പ്രവചനത്തിൽ 7 തവണ പറയുന്നുണ്ട്, ഞാനിരുന്ന് കരഞ്ഞ് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പുസ്തകത്തിൽ 8 തവണ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹി വാസ് എ മാൻ ഓഫ് പ്രേയർ ആൻഡ് ആക്ഷൻസ്. അദ്ദേഹം കർമ്മവും ചെയ്തു, പ്രാർത്ഥിക്കുകയും ചെയ്തു. മാർത്തയും മറിയയും പോലെ. ഒന്നുകിൽ മാർത്ത അല്ലെങ്കിൽ മറിയ എന്നല്ല, അല്ലേ? നമുക്കൊക്കെ മറിയുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ മറിയാണ്, എന്തോ ഒരു ഭക്തിയാണ്. ഇപ്പം നമുക്ക് 90% മറിയയും 10% മാർത്തയുമാണ്. എന്ന് പറഞ്ഞാൽ മാർത്തയുടെ കഥ അറിയാമല്ലോ. കർത്താവ് വിരുന്ന് വന്നപ്പോൾ അടുക്കളയിൽ 100 കൂട്ടം ജോലി കിടപ്പുണ്ട്. നേരം രാവിലെ 11 കഴിഞ്ഞു. മാർത്ത വാതിലിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് പറയുന്നുണ്ട്, എന്നാ പരിപാടിയാ കർത്താവേ? കൊല്ലം കഴിച്ചിട്ടൊക്കെ ഇരുന്ന് വർത്തമാനം പറയാനുള്ളതിന് സാമ്പാറായിട്ടില്ല, അവിയലായിട്ടില്ല, മീൻകറി വെച്ചിട്ടില്ല. ഈ പെങ്കൊച്ച് ഇവിടെ വന്നിങ്ങനെ ഇടുന്നാൽ മതിയോ? ഇതിനെ ഒന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് വിട്. നമ്മളാണെങ്കിലും അങ്ങനെയുള്ളൂ. നാത്തൂനോടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴേ 2 പേരൂടെ കഷ്ടപ്പെട്ടല്ലേ ഒക്കെ ഉള്ളൂ. മാർത്തപ്പെങ്കൊച്ചിനോട് മറിയക്കുട്ടി ചോദിച്ചത് ഇതാണ്, നീ ഇങ്ങനെ ഇവിടെ വന്ന് ഹാളിൽ ഇരുന്നാൽ മതിയോ? വിശേഷം ഉണ്ടെന്ന് ചോദിച്ചിരുന്നാൽ മതിയോ? പ്രിയപ്പെട്ടവരെ, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. ഒരു പകുതി മാർത്തയും ഒരു പകുതി മറിയയുമാണ് ജീവിതത്തിൽ. ആത്മീക സുഹൃതങ്ങളുടെ ഭക്തിയുടെ ഒരു മറിയുണ്ട് പകുതി. ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ ഒരു മാർത്തയുണ്ട്. ഇപ്പം നമ്മൾ മറിയമാരാ. ഞാൻ ഈ പ്രസംഗം ഒരു 15 മിനിറ്റൂടെ കഴിഞ്ഞാൽ നിങ്ങൾ നേരെ മാർത്തമാരാകും. ലോകത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് മാറും. പ്രിയപ്പെട്ടവരെ, നെഹമ്യ ഒരേ സമയം മാർത്തയും ആയിരുന്നു, മറിയയുമായിരുന്നു. അദ്ദേഹം ആ പ്രപ്പോർഷൻ, അതിൻ്റെ ശതമാനം ഈക്വലായിട്ട് സൂക്ഷിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഞായറാഴ്ച മറിയമാരും ഞായറാഴ്ച കഴിഞ്ഞാൽ പിറ്റേ ശനിയാഴ്ച വരെ മാർത്തമാരുമാണ്. അവരവർക്ക് ഞാനൊരു എക്സസൈസ് തരാം. എത്ര ശതമാനം മറിയയാണ്, എത്ര ശതമാനം മാർത്തയാണ്? ഓരോരുത്തർക്കും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, കർമ്മകാണ്ഡങ്ങളുടെ സാഗരമാണ് ബൈബിൾ. മോശ ആടുകളെ മേയ്ക്കുമ്പോഴാണ് വിളിച്ചത്. ഗിദയോൻ ചക്കിൽ ഗോതമ്പ് പൊടിക്കുമ്പോഴാണ്. ശൗല് കാണാതെ പോയ ആടുകളെ തിരയുമ്പോഴാണ്. ദാവീദ് ആടുകളെ പാലിക്കുമ്പോഴാണ്. ഏലീശ കാളയെ പൂട്ടുമ്പോഴാണ്. 1-2 അല്ല, 24 കാളയായിരുന്നു, അല്ല 23 എണ്ണം. 24-ാമത്തെ പുള്ളിയും കൂടെയായിരുന്നു നുകത്തിൻ്റെ കീഴിൽ.
ആമോസ് കന്നുകാലികളെ മേയ്ക്കായിരുന്നു. പത്രോസും അന്ത്രയോസും യാക്കോബ് യോഹന്നാനും മീൻ പിടിക്കുകയായിരുന്നു. പൗലോസ് ഗുണ്ടാപ്പണി ചെയ്യുകയായിരുന്നു. ഈ പുസ്തകം നോക്കൂ. ബൈബിൾ തിരഞ്ഞെടുത്ത എല്ലാവരും കർമ്മസാഗരത്തിൽ നീന്തിത്തുടിച്ചവരാണ്. അവരെയാണ് വിളിച്ചത്. ഇതാണ് നിഷ്കാമകർമ്മം. കർമ്മണ്യേ വാദികാരസ്തേ മാഫലേഷു കഥാചന എന്ന് പറയും. ആഗ്രഹങ്ങളില്ലാതെ കർമ്മം ചെയ്യുക. നെഹമ്യാവ് വിളിക്കുന്നു, വരിക, എഴുന്നേൽക്കുക. ഫ്രം ഡിസ്ട്രക്ഷൻ ടു കൺസ്ട്രക്ഷൻ. സഹോദരങ്ങളെ, ഈ ചിന്തകൾ അവസാനിപ്പിക്കുക. 3 എഴുന്നേൽപ്പുകളാണ്. ഒന്ന് എഴുന്നേൽക്കുമോ? ഒന്ന് പോയി ഏലിയാവിനോട് ചൂരച്ചെടിയുടെ തണലിൽ. ഡിപ്രഷൻ, ഡിറ്റാച്ച്മെന്റ്, പറയൂ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡിപ്രഷനും ഡിറ്റാച്ച്മെൻറ്റും ഒക്കെ പറഞ്ഞു. അറ്റാച്ച്മെൻറ്റും ഡിലേറ്റും ഒക്കെ ആയിട്ടത് മാറി. റിസൈൻ ചെയ്യാനൊടുങ്ങി ദൈവം വരയിട്ടു. ഒന്ന് എഴുന്നേൽക്കുമോ? ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. 2, 4-ാം ദിനത്തിലെ വെട്ടത്തിൽ അഭിരമിക്കല്ലേ. മനോഹരമായ പുറം കാഴ്ചകളുണ്ട്. നല്ല വെട്ടം, നല്ല മനോഹരമായ കറ്റാനംപള്ളി പൊന്നിൽ കുളിച്ചു നിൽക്കുന്നു. 4-ാം ദിനത്തിലെ വെട്ടം. എന്നാൽ ഈ പെരുന്നാളിൽ വിളിക്കുന്നു 4-ാം ദിനത്തിലെ വെട്ടത്തിൽ നിന്ന് 1-ാം ദിനത്തിലെ വെട്ടത്തിലേക്ക്, ബീയിങ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഉണ്മയിലേക്ക് എഴുന്നേൽക്കുമോ? നെഹമ്യാവ് ചോദിക്കുന്നു, ഉത്തരവാദിത്തങ്ങളിലേക്ക് എഴുന്നേൽക്കുമോ? ഡിസ്ട്രക്ഷൻ ടു കൺസ്ട്രക്ഷൻ. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർ, ഈ 3 വേദഭാഗങ്ങളും പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം ഒന്ന് വായിക്കണം. യെശയ്യാവ്, രാജാക്കന്മാർ, നെഹമ്യാവ്. ഒന്ന് എഴുന്നേൽക്കുമോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.